ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരേ സമയം നിരാശയും അതേസമയം സന്തോഷവും നൽകുന്ന വാർത്തകളാണ് നിലവിൽ പുറത്തുവരുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് ISL വാർത്തകൾക്കായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പിന്തുണയ്ക്കുക. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ 50K എന്ന് പറയുന്ന വലിയൊരു ഫാമിലിയിലേക്ക് എത്താനായിട്ട് ഇനിയും കുറേയധികം ദൂരമുണ്ട്. പറ്റുന്നവർ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം തന്നെ നിരാശ വാർത്ത പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് താരമായിരുന്ന ഗോൾഡൻ ബൂട്ട് വിന്നർ ആയിരുന്ന ദിമിത്രോസ് ഡയമൻഡക്കോസിന്റെ സൈനിങ് നിലവിൽ ഈസ്റ്റ് ബംഗാൾ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഒരു 2 വർഷ കരാറിലാണ് നിലവിൽ ദിമി ഈസ്റ്റ് ബംഗാളിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. ദിമിത്രോസിനെ സൈൻ ചെയ്തിട്ടുള്ളത് ഈസ്റ്റ് ബംഗാൾ ആണ് എന്ന കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ മാത്രമായിരുന്നു വരാൻ ബാക്കിയുണ്ടായിരുന്നത്. നിലവിൽ അതും എത്തിയിട്ടുണ്ട്. നമ്മുടെ സന്തോഷം നൽകുന്ന വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രധാനപ്പെട്ട വ്യക്തിയെ കുറിച്ച് പറയാനായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ പരിശീലകൻ ഇഗോസ്റ്റ് മാച്ച് തരി പോലും നാണമില്ലാത്ത ആ മനുഷ്യനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുണ്ട്. ഇന്ത്യൻ ടീമിനെ അടുത്ത വേൾഡ് കപ്പ് റൗണ്ടിലേക്ക് ഞാൻ കൊണ്ടുപോകും, അങ്ങനെ സാധിച്ചില്ല എങ്കിൽ ഞാൻ ഇന്ത്യൻ ടീം വിടും, ഇന്ത്യ വിട്ടുകൊണ്ട് ഞാൻ പോകുമെന്ന കാര്യം ഇഗോസ്റ്റ് മാച്ച് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ വേൾഡ് കപ്പ് ക്വാളിഫൈ മത്സരങ്ങൾക്കെല്ലാം മുമ്പ്. എന്നാൽ ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം ഇഗോസ്റ്റ് മാച്ചിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതായി പോലും ഓർമ്മയില്ല. ഇനിയും ഇവിടുത്തെ എച്ചിൽ നിന്നുകൊണ്ട് ഇവിടെ തന്നെ കിടക്കാം, ഇന്ത്യൻ ടീമിനെ വളരാൻ അനുവദിക്കില്ല എന്നുള്ള മനോഭാവത്തിൽ തന്നെയാണ് നിലവിലും ഇഗോസ്റ്റ് മാച്ച് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. എന്തായാലും തരി നാണമുണ്ടെങ്കിൽ ഇഗോസ്റ്റ് മാച്ച് ഈ ഒരു സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് പോകേണ്ട സമയമായി. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സാക്ക് ചെയ്യാനും സാധിക്കില്ല. കാരണം 2026 വരെയുള്ള കോൺട്രാക്റ്റിലാണ് ഇഗോസ്റ്റ് മാച്ച് നിലവിൽ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സാക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ 6 കോടി രൂപ അദ്ദേഹത്തിന് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടിയും വരും. അദ്ദേഹമാണെങ്കിൽ പടിയിറങ്ങി പോവുകയുമില്ല. ഇന്ത്യക്കാണെങ്കിൽ അദ്ദേഹത്തിനെ ചവിട്ടി പുറത്താക്കാനും സാധിക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നിലവിൽ കാര്യങ്ങൾ നിൽക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ നല്ലതായി അവസാനിക്കട്ടെ, അദ്ദേഹം ടീം വിട്ടു പോകട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ആ ഒരു സന്തോഷ വാർത്തയിലോട്ട് നമുക്കിനി കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാന സ്ട്രൈക്കറായ കോമി പെപ്ര അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ കാണും എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് സൂപ്പർ കപ്പ് മത്സരം കളിക്കുമ്പോൾ പരിക്ക് പറ്റുകയും അദ്ദേഹത്തിന് പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നിലവിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിനെ റീറ്റെയിൻ ചെയ്യാൻ പോവുകയാണ്. അടുത്ത സീസണിലും പെപ്ര ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിമി പോയെങ്കിലും മറ്റൊരു ജം കേരള ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിലും കാണും. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പെപ്ര കളിക്കും എന്ന് പറയുന്ന ഈ റിപ്പോർട്ട് ഫേക്ക് ആണോ എന്ന് ചോദിച്ചു വരുന്നവരോട് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ താങ്ക് യു പോസ്റ്റേഴ്സ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വെൽക്കം പോസ്റ്റേഴ്സ് അനൗൺസ് ചെയ്യുക എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം ആദ്യം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പെപ്രയുടെ ഇനി താങ്ക് യു പോസ്റ്റേഴ്സ് ഒന്നും പുറത്തു വരില്ല. കാരണം നിലവിൽ ഓൾറെഡി വെൽക്കം പോസ്റ്റേഴ്സ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അതിനുള്ള സാധ്യതകളെല്ലാം തന്നെ തീരെ ഇല്ലാന്ന് തന്നെ പറയാൻ സാധിക്കും. വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീണ്ടും കാണാം. നന്ദി.